അള്ളാഹുവിന്റെ കോടതിയിലേക്കും മഹ്ശർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ചിരിക്കുന്ന ആ പരലോകത്തേക്ക് ജനങ്ങൾ കടന്നു വരുന്ന ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ പരലോകത്തെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കും നല്ലതുപോലെ അറിയാം. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഖബറിന്റെ അകത്ത് നിന്ന് ഇസ്റാഫീൽ എന്ന് പറയുന്ന മലക്ക് രണ്ടാമത് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോൾ ആ മലക്കതാ ഖബർ അതാ ഊതിക്കഴിഞ്ഞാൽ ഖബറിന്റെ അടിയിൽ കിടക്കുന്നവർ മുഴുവനും, മണ്ണിനടിയിൽ കിടക്കുന്നവർ മുഴുവനും എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം അള്ളാഹുവിന്റെ കോടതിയിൽ കോടാനുകോടി ജനങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അനുയായികൾ, ആ പ്രവാചകന്മാരുടെ കുടുംബക്കാർ എല്ലാവരും കോടാനുകോടി ജനങ്ങൾ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരികയാ, പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ആ പരലോകത്തെക്കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പ്രവാചകന് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ എങ്ങനെയാണ് ജനങ്ങൾ നാളെ പരലോകത്തേക്ക് കടന്നു വരുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകനോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ആ രംഗം ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നല്ല നിലയിൽ കുളിപ്പിച്ചുകൊണ്ട് അതാ വെള്ള വസ്ത്രത്തിൽ ഒരു മനുഷ്യന് മരണപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ നല്ലതുപോലെ ജനങ്ങൾ വന്ന് കുളിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബക്കാര് നല്ലതുപോലെ നമ്മുടെ മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് പടച്ചവനെ അതാ പുതുവസ്ത്രത്തിൽ 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിലേക്ക് നമ്മളെ എടുത്ത് മലർത്തി കിടത്തുകയാണ്. എന്നിട്ട് നല്ലതുപോലെ പൊതിയുകയാണ്. എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ സുഗന്ധങ്ങൾ തേക്കുകയാണ്. നല്ല മണവസ്തുക്കളെല്ലാം തേച്ചിട്ട്, എൻ്റെ പ്രിയമുള്ളവരെ, തൊളിക്കോട് പള്ളിയുടെ ഏതോ മൂലയിൽ ിരിക്കുന്ന മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ, ഒരു വീട്ടിലേക്കും ആ വാഹനം കയറി വരുന്നത് ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്തതാണ്. പക്ഷേ എല്ലാ വീടുകളിലേക്കും ആ വാഹനം കടന്നു വരുമല്ലോ. അത് വീടിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കുളിപ്പിച്ച് കൊണ്ടുവന്ന് 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിലേക്ക് മലർത്തി കിടത്തിയിട്ട് അതാ നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടപ്പറപ്പും നിന്റെ കുടുംബക്കാരും നിന്റെ കൂട്ടുകാര് എല്ലാവരും കൂടെ പടച്ചവനെ നിന്നെ മലർത്തി കിടത്തിയിട്ട് അതാ ശരീരത്ത് പഞ്ഞികൾ വെക്കുകയാണ് മൂക്കിന്റെ ദ്വാരത്തിലേക്ക്. മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പടച്ചവനെ, നിന്റെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞിയെടുത്ത് വെച്ച് കഴിഞ്ഞോ. കുടുംബക്കാര് വിളിച്ചു പറയുന്നു, പൊതിയാൻ പോകുകയാണ്. കാണേണ്ടവർ മുഴുവനും കാണുവാൻ ഒരിക്കൽ കുളിപ്പിച്ച് പൊതിയാപ്പളയെ പോലെ മലർത്തി കിടത്തിയിരിക്കുന്ന നിന്നെ കാണാൻ ഈ തുളിക്കോടുള്ള നിന്റെ കുടുംബക്കാര് മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. എല്ലാവരും അവസാനമായി നിന്നെയൊന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ കുടുംബക്കാര് തന്നെ വിളിച്ചു പറയുന്നു, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാൻ. അതാ നിന്നെ പെട്ടെന്ന് പൊതിയുകയാണ്. അവസാനം പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിലേക്ക് നിന്നെ എടുത്ത് മലർത്തി കിടത്തിയിട്ട് 6 പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ചുമലിലേക്ക് പൊങ്ങുമ്പോ നിന്റെ വീടിന്റെ അകത്തൊരു നിലവിളിയാണ്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ കിടന്ന് അലറയിട്ട് കരയുകയാ, നിന്റെ മാതാപിതാക്കള് കരയുകയാണ്, നിന്റെ മക്കള് നെഞ്ചു പൊട്ടിക്കെട്ട് വിളിക്കുകയാ, എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ,
എല്ലാവരും വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുമ്പോ ആ നിലവിളികൾക്കൊന്നും ഒരു പരിഗണന കൊടുക്കാതെ അവസാനം തുളിക്കൂട് പള്ളികൾ കൊണ്ടുവന്നു. അല്ലാഹുവേ, പള്ളിക്കകത്ത് കയറ്റി വെച്ച് എല്ലാവരും കടന്നു വന്നു. സജ്ജാദ് കാസിമിയത അവിടുന്ന് പടച്ചവനെ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു ദുആ ചെയ്തു. എന്നിട്ട് നിന്നെ തുളിക്കൂട് പള്ളിയുടെ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്തേക്ക് നിന്നെ ഇറക്കി വെച്ച് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും ആ കബറിന്റെ ചാരത്ത് നിന്ന് പിരിഞ്ഞു പോവുകയാ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അതാ 2ാമത് മസൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ തുളിക്കൂട് പള്ളിയുടെ കബർസാൽ നിന്ന് മണ്ണിനടിയിൽ നിന്ന് ജനങ്ങളെ എഴുന്നേക്കുകയാണ്. എങ്ങനെയാണ് എഴുന്നേറ്റ് വരുന്നത്? നല്ലതുപോലെ കുളിപ്പിച്ച് പുതിയ പളയക്കോല കൊണ്ട് കബറടക്കിയ നിന്നെ നല്ല രീതിയിലാണ് നിന്നെ പള്ളിപ്പറമ്പിൽ കൊണ്ട് കബറടക്കിയത്. എങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന കോലം എങ്ങനെയാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, പടച്ചവനെ പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ചുകൊണ്ട് നടന്നു വരുന്നവർ, പല പല വിഭാഗങ്ങളായിട്ടാണ് ജനങ്ങൾ നാളെ പരലോകത്ത് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, 41 വിഭാഗത്തിലാണ് എന്റെ സമുദായം നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ സ്വഹാബത്തിനോട് ആ പരലോകത്തിന്റെ രംഗം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അവിടെന്ന് ചോദിക്കുകയാണ്, സഹാബാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവരാരാ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും നിന്ദ്യനായവൻ ആരാണ്? ആരാണ് ഏറ്റവും മോശമായി കടന്നു വരുന്നവൻ? ആരാണ് ഏറ്റവും വൃത്തികെട്ടവനായി കടന്നു വരുന്നവർ? ജനങ്ങൾ അറപ്പോടെ വെറുപ്പോടെ നാളെ അള്ളാന്റെ കോടതിയിൽ നിൽക്കുന്നവർ മുഴുവനും ഇങ്ങനെ നിൽക്കുമ്പോ വൃത്തികെട്ടവന്റെ കോലത്തിൽ എഴുന്നേറ്റ് വരുന്നത് ആരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, കള്ളുകുടിയനാണെന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ കരുതാറുണ്ട്. കള്ളു കുടിക്കുന്നവനും പലിശ തിന്നുന്നവനും വ്യഭിചരിക്കുന്നവനും നിസ്കരിക്കാത്തവനും ഇങ്ങനെയുള്ളവരാണ് നാളെ ഏറ്റവും വലിയ വൃത്തികെട്ടവരായിട്ട് നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്നതെന്ന് കരുതുന്ന ചെറുപ്പക്കാരാ, പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെട്ടുകൊണ്ട് അവനെ കാണുമ്പോ തന്നെ ജനങ്ങളെ മൂക്കിലേക്ക് കൈവെക്കുകയാണ്. എല്ലാവരും മറപ്പോടെ നോക്കുകയാണ്, എല്ലാവരും വെറുപ്പോടെ നോക്കുകയാണ്. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും സുലൈമാൻ നബിയും യഹിയാ നബിയും ഈസാ നബിയും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ, പടച്ചവനെ, അവിടുത്തെ അനുയായികൾ മുഴുവനും, നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ മാതാപിതാക്കളും നിന്റെ കൂടപ്പിറപ്പുകളും നിന്റെ കുടുംബക്കാരും നിന്റെ കൂട്ടുകാരും നിന്റെ നാട്ടുകാരും എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ആ പരലോകത്ത് നാണം കെട്ട് വരുന്ന 10 വിഭാഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ 10 വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവര് നാളെ പരലോകത്തിലെ നശിച്ചവരാ, അവര് നാളെ പരലോകത്തിലെ നാണം കെട്ടവരാ, അവര് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും നശിച്ചവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകം പറയുന്നു. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ 10 വിഭാഗം ആൾക്കാർ, 10 ദുസ്വഭാവമുള്ള ആൾക്കാര് നാളെ പരലോകത്ത് കടന്നു വരും. അവനാണ് ആ ലോകത്തിലെ ഏറ്റവും വലിയ നശിച്ചവൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരാമീൻ പറഞ്ഞ്, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മാസ്ക് ഇട്ടത് കൊണ്ടായിരിക്കും ആമീൻ പുറത്തേക്ക് വരാത്തത്, മാസ്ക് ഇട്ടത് കൊണ്ടായിരിക്കും ആമീൻ പുറത്തേക്ക് വരാത്തത്. പക്ഷേ ജയ് വിളിക്കാനാണെങ്കിൽ ഇതിനേക്കാളും നല്ല ശബ്ദത്തിൽ നമുക്ക് ശബ്ദം പുറത്തേക്ക് വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരാമീൻ പറഞ്ഞ്,
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ തൊളിക്കോട് ടൗണിലൂടെ പേവെള്ളം അടിച്ചിട്ട് മുണ്ടില്ലാതെ നടന്നു പോകുന്നവനായിരിക്കും നാളെ അള്ളാന്റെ കോടതി വരുമ്പോ നാണം കെട്ട് വരുന്നത് എന്ന് കരുതുന്നവരുണ്ട്. വെള്ളിയാഴ്ച പോലും തൊളിക്കോട് പള്ളിയിൽ കയറാത്തവനായിരിക്കും നാളെ അള്ളാന്റെ കോടതിയിലെ വൃത്തികെട്ടവൻ എന്ന് കരുതിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്. എങ്കിൽ അവര് മാത്രമല്ല, നല്ല താടിക്ക് നീളമുണ്ട്, നല്ല തഴമ്പുണ്ട്, ചിലപ്പോൾ പള്ളിയിലെ ഇമാമാകാം, പള്ളിയുടെ പ്രസിഡന്റ് ആകാം, കമ്മിറ്റിക്കാരനാകാം, കാരുണ്യ പ്രവർത്തനം നടത്തുന്നവനാകാം, വഅ്ള് പറയുന്നവനാകാം, കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദാകാം, എല്ലാവരും ഉണ്ട്. കള്ളുകുടിയനും പലിശ തിന്നുന്നവനും വ്യഭിചാരിയും മാത്രമല്ല, ഈ പറയുന്ന ഈ ദുസ്വഭാവങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നീ അള്ളാന്റെ കോടതിയിൽ നാണം കെടും. നിന്നെ കാണുമ്പോ തന്നെ ജനങ്ങളും മുഖം പൊത്തും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഓരോന്നായിട്ടങ്ങട്ട് എണ്ണ, ഓരോ വിഭാഗം. ഈ പറയുന്ന വിഭാഗത്തിൽ നിന്റെ പേരുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ദുസ്വഭാവം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ചിലര് നെഞ്ച് വിരിച്ചിരുന്നിട്ട് പറയും, ഉസ്താദേ ഞാൻ ഉണ്ടാകത്തില്ല, ആ കൂട്ടത്തിൽ ആരാ പറഞ്ഞേ? നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ആ കൂട്ടത്തിൽ കാണില്ല എന്ന്. ആരാ പറഞ്ഞേ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, ആഖിറത്തിൽ നാണം കെട്ട് പോകുന്നതിനെ നിങ്ങൾ വല്ലാതെ ഭയക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെട്ട് പോകുന്നതിനെ നിങ്ങൾ വല്ലാതെ ഭയക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ അതിന്റെ കാരണം എന്തെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി പടച്ചവനോട് ദുആ ചെയ്യുമായിരുന്നു. ആ ഇബ്രാഹിം നബി പോലും അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. എന്താണ് പടച്ച റബ്ബിനോട് ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് നോക്ക്. വലാ തുഹ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി പോലും പടച്ചവനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ജനങ്ങളെ നാളെ ഒരുമിച്ച് കൂട്ടുന്ന പരലോകമുണ്ടല്ലോ, ആ പരലോകത്തിൽ എന്നെ നീ നാണം കെടുത്തല്ലേ അല്ലാ, എന്നെ നീ അഭിമാനിക്കല്ലേ അല്ലാ, എന്നെ ആ പരലോകത്ത് നീ നിന്നനാക്കല്ലേ അല്ലാ. ആരാ ദുആ ചെയ്തത്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തൊളിക്കോട് പള്ളിയിൽ നിന്ന് കിബിലയുടെ നേരെ നിന്ന് നിസ്കരിക്കുമല്ലോ. ആ കഅബാലയം ലോകത്ത് ആദ്യമായിട്ട് പണിത പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പടച്ചവനെ, ഓരോ വലിയ പെരുന്നാൾ കടന്നു വരുമ്പോഴും ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയാതെ നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുമോ? ഇസ്മായിൽ നബിയുടെ ചരിത്രം പറയാതെ വലിയ പെരുന്നാളുണ്ടോ? പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തിലേക്ക് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഹജ്ജിന് പോകുന്നവരുണ്ടല്ലോ, ഉംറയ്ക്ക് പോകുന്നവരുണ്ടല്ലോ. ആ കഅബാലയത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നാ ഇബ്രാഹിം നബിയെ ഓർക്കാതിരിക്കാൻ കഴിയുമോ? ഇസ്മായിൽ നബിയെ ഓർക്കാതിരിക്കാൻ കഴിയുമോ? ഹാജറ ബീവിയെ കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയുമോ? ആ കുടുംബത്തിന്റെ ചരിത്രമല്ലേ ആ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആ എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, ഇബ്രാഹിം നബി പടച്ചവനോട് ദുആ ചെയ്യുകയാ, വലാ തുഹ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവേ നാളെ പരലോകത്ത് നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാ. അവിടെന്ന് ഇബ്രാഹിം നബി പോലും ദുആ ചെയ്തെന്ന് ഖുർആൻ പറയുമ്പോ ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം ദുആ ചെയ്യണം സഹോദരാ? എത്ര കാലമാണ് ഓരോ ദിവസവും എത്ര പ്രാവശ്യം അല്ലാഹുവോട് പടച്ചവനെ നീ നാണം കെടുത്തല്ലേ അല്ലാ. ഈ ദുനിയാവിലല്ല സഹോദരാ, ഈ ദുനിയാവിൽ നാണം കെട്ടാൽ, നിങ്ങൾ ആരെങ്കിലും ഇവിടെ നാണം കെട്ടാൽ ഈ തൊളിക്കോടുള്ള ജനങ്ങളുടെ മുന്നിൽ 4 ദിവസമല്ലേ നാണം കെടൂ? 5ന്റെ ജനങ്ങൾ നിന്നെ മറന്നു കളഞ്ഞല്ലോ.
എങ്കിലും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ കോടാടി കോടാടി കൂടി വരുന്ന ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ട് നിന്നിനും നിസാരനുമായി കടന്നു വരുന്ന ആ രംഗത്തെ കുറിച്ച് നീയൊന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യടേ. പടച്ചവനോട് ആത്മാർത്ഥമായി ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട് നെഞ്ചു പൊട്ടിയിട്ട് നീ പറയണം, അല്ലാഹുവേ ഈ ദുനിയാവിലും ആഖിറത്തിലും നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാ, ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ എന്ന് മുത്തുനബി വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ പ്രവാചകനത് പറഞ്ഞു കൊടുക്കുമ്പോ മുത്തുനബിയുടെ മുന്നിലിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞിട്ട് താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. സ്വഹാബികൾ മുഴുവനും തലതാഴ്ത്തിയിരിക്കുകയാണ്. ആ സമയത്താണ് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു കലങ്ങിയ കണ്ണുമായി മുത്തുനബിയോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആരാണ് നബിയേ നാളെ പരലോകത്തിലെ നശിച്ചവനാരാ, പരലോകത്തിലെ വൃത്തികെട്ടവനാരാ, പരലോകത്ത് ജനങ്ങളെ മുഴുവനും കാണുമ്പോ തന്നെ അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന ഈ നശിച്ചവരാരാ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? ഈ തൊളിക്കോട് റോഡിന്റെ ഓരത്ത് ഒരുമിച്ച് കൂടിയ എന്റെ കൂടപ്പിറപ്പുകളോട് പറയുകയാ, ഈ ദുസ്വഭാവങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ പറയുന്ന ദുസ്വഭാവങ്ങൾ എന്റെയോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്താ തയ്യാറായിക്കോ. ഇല്ലയെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുസ്വഭാവങ്ങൾ നിനക്ക് തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഖസറത് ദുനിയാ വല്ലാഖിറ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ഒരാളും പരസ്പരം നോക്കണ്ട. ഈ വഅദ് പറയുന്ന സിറാജ് ഇതെനിക്ക് വേണ്ടി പറയുന്ന വഅദാണ്. ഇരിക്കുന്ന ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത് അങ്ങനാ, അല്ലാതെ എനിക്ക് ഈ സ്വഭാവമില്ല നിങ്ങൾ കൊണ്ടെന്നല്ല ഞാൻ പ്രസംഗത്തിൽ പറയുന്നത്. ആദ്യം തോന്നേണ്ടത് എനിക്കാണ്, പിന്നെ സഫീർ ഖാൻ മന്നാരിക്ക്, ഇവിടെ ഇരിക്കുന്ന ഉസ്താദന്മാര്, ഈ പരിപാടി നടത്തുന്ന സംഘാടകർ, ഈ കേൾക്കാമെന്നിരിക്കുന്ന ഓരോരുത്തരും മറ്റുള്ളവന്റെ മുഖത്ത് നോക്കരുത്. ഈ പറയുന്ന ദുസ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ മരിക്കുന്നതിന് മുമ്പ് നീ നാണം കെടും. ഈ ദുനിയാവിൽ നീ നാണം കെടും. നിന്റെ ഭാര്യയുടെ മുന്നിൽ, നിന്റെ മക്കളുടെ മുന്നിൽ, നിന്റെ കുടുംബക്കാരുടെ മുന്നിൽ, നിന്റെ നാട്ടുകാരുടെ മുന്നിൽ, നിന്റെ കൂട്ടുകാരുടെ മുന്നിൽ, അവസാനം ഈ ദുനിയാവിൽ കിടന്ന് നാണം കെട്ടിട്ട് ഇവിടെന്ന് നാണം കെട്ടവനെ പോലെ, നഷ്ടവാളിയെ പോലെ ഈ ലോകത്ത് നിന്ന് നീ യാത്രയാകുകയാ. അതോടുകൂടി അവസാനിക്കുന്നില്ല, നാളെ പരലോകത്തും നീ നിന്യനായിട്ട് എഴുന്നേറ്റ് വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പറയുന്ന ദുസ്വഭാവങ്ങൾ ഓരോന്നായി എണ്ണിക്കോ. ഈ പറയുന്ന ഓരോ ദുസ്വഭാവങ്ങൾ ഞാൻ ആദ്യം എനിക്കുണ്ടോ എന്ന് നോക്കാം, നിങ്ങൾക്കുണ്ടോ എന്ന് നോക്ക്. ഇന്നത്തെ വയൽ അങ്ങനെ കരുതിയാൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത്തിരി വെള്ളം. ചങ്ങാതി ഹലാലായ ഫുഡിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. ഹലാലായ ഫുഡിനെ കുറിച്ച് നമ്മളെന്ത് പറയാനാ? ഹലാൽ എന്താണെന്ന് എവിടെ നോക്കിയാലും വാട്സപ്പും ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കിയാൽ ഹലാലായ ഭക്ഷണത്തെ കുറിച്ച ചർച്ച. സത്യത്തിൽ ഹലാലിന്റെ അർത്ഥം എന്താണെന്നറിഞ്ഞാൽ ഒരുത്തൻ ഇത് പറയൂല. അല്ലാഹു മന്ത്രിമാറാകട്ടെ. ഹലാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ആദ്യം പഠിക്കുക, പിന്നെ സംസാരിക്കാം. പള്ളിയിലെ ഉസ്താദന്മാരായാൽ സത്യത്തിൽ അധികം പേർക്കും ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല. അതാണ്
ഹലാൽ എന്ന് പറയുന്നുണ്ട്. ഈ ഹലാൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ, മലയാളം എന്താന്ന് മനസ്സിലാക്കിയാൽ മതി, പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടുന്ന് ഒരു പട്ടി കുരച്ചുകൊണ്ട് വരുന്നു, അത്രയേ ഉള്ളൂ, അതിനെ കണ്ടാൽ മതി. എത്രയോ പട്ടികൾ കിടന്ന് കുരയ്ക്കാറുണ്ട്, നമ്മൾ ആരെങ്കിലും നോക്കാറുണ്ടോ? പട്ടി കുരച്ചുകൊണ്ട് ഇങ്ങനെ പോകാറുണ്ട്. കുരയ്ക്കേണ്ടവർ കുരച്ചുകൊണ്ട് നടക്കും. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും മിണ്ടാതിരിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം നമ്മുടെ സമയം അതിനുള്ളതല്ല. നമ്മുടെ സമയം വിലപ്പെട്ടതാ. ഒരു കഥ പറയാറുണ്ട്, പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കഴുതയും ഒരു സിംഹവും തമ്മിൽ വല്ലാത്ത വഴക്ക്. ഒരു കഴുതയും ഒരു സിംഹവും തമ്മിൽ വല്ലാത്ത വഴക്ക്. എന്തേ വഴക്ക് കൂടിയത്? പുല്ലിന്റെ നിറം. കഴുത പറയുന്നു പച്ചയാണ്. പുല്ലിന്റെ നിറത്തെക്കുറിച്ചാണ് വിഷയം നടക്കുന്നത്. കഴുത പറയുന്നു പുല്ലിന്റെ നിറം മഞ്ഞയാണെന്ന്. പക്ഷേ സിംഹം പറഞ്ഞു പച്ചയാണെന്ന്. അവസാനം രണ്ടുപേരും തമ്മിൽ വല്ലാത്ത അടിയായി. അങ്ങനെ പരസ്പരം തമ്മിലടിയായപ്പോ യജമാനന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി, രാജാവിന്റെ മുന്നിലേക്ക് കടുവയെയും കഴുതയെയും കൊണ്ടുപോയി സിംഹത്തിന്റെ മുന്നിൽ. യജമാനന്റെ അവിടുത്തെ ഭരണാധികാരിയാണല്ലോ, കാടിന്റെ ഭരണാധികാരി. അവിടെ കൊണ്ടുപോയി ചോദിച്ചു എന്താ പ്രശ്നം? അപ്പൊ ഈ കഴുത പറയാ പുല്ലിന്റെ നിറം മഞ്ഞയാണെന്ന്. സത്യത്തിൽ പച്ചയല്ലേ? ഞാൻ പറഞ്ഞു പച്ചയാണെന്ന്. ഈ കഴുതയാണെങ്കിൽ മഞ്ഞയാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് അടി കൂടി. അങ്ങനെ അടിയുണ്ടായത്. ആ സമയത്ത് ഭരണാധികാരി പറഞ്ഞു അത്രേ, സിംഹത്തിന് 10 അടി കൊടുക്കാൻ. അപ്പൊ ചോദിച്ചു അത്രേ, എന്തേ പുല്ലിന്റെ നിറം പച്ചയല്ലേ, പിന്നെ എന്തിനെ എന്നെ അടിക്കണേ? ഇവനല്ലേ പറഞ്ഞത് തെറ്റാണെന്ന്. ആ സമയത്ത് യജമാനൻ പറഞ്ഞു, നിന്നെ എന്തിനാ തല്ലിയെന്നറിയോ? ഈ വിവരമില്ലാത്ത കഴുത മഞ്ഞയാണെന്ന് പറഞ്ഞപ്പോ നീ ഇവന്റെ അടുത്ത് തർക്കിച്ച് നിന്റെ സമയം കളഞ്ഞതിനാ. എടാ, ഏതു പൊട്ടനും അറിയാം പുല്ലിന്റെ നിറം പച്ചയാണെന്ന്. ഈ വിവരമില്ലാത്ത കഴുത മഞ്ഞയാണെന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ തർക്കിച്ചേ? അതിനാ നിന്നെ തല്ലണത്. അതുപോലെ ഞാൻ പറയുന്നു, ഇതിനൊന്നും മറുപടി ഒന്നുമില്ല. അതങ്ങ് ചിന്തിച്ച് നല്ല രീതിയിൽ ജീവിച്ചാൽ മതി. നീ തിന്നുന്നത് ഹലാലാണോ ഹറാമാണോ അത് നല്ലപോലെ നോക്കിയാൽ മതി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരികയാ. ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? നാളെ പടച്ചറബിന്റെ പരലോകത്ത് നാണം കെട്ട് വരുന്ന ഒന്നാമത്തെ വിഭാഗമാരാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, നാളെ പടച്ചറബിന്റെ പരലോകത്തേക്ക് തുളിക്കോട് പള്ളിയുടെ ഖബർസാലിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഒരുത്തൻ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. ആ നശിച്ചവനാരെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ബത്റുൽ ഹഖ് നാളെ പടച്ചറബിന്റെ പരലോകത്ത് നാണം കെട്ട് വരുന്ന ഒന്നാമത്തെ വിഭാഗമാരാ. അള്ളാന്റെ കോടതിയില് നാണം കെട്ട് വരുന്ന ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? അഹങ്കാരിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ഹൃദയത്തിൽ അഹങ്കാരം കൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ, ഞാനെല്ലാം തികഞ്ഞവനാണ്, ഞാനാണ് ഏറ്റവും വലിയവൻ, എല്ലാവരും എന്നെ ആദരിക്കണമല്ലോ, എല്ലാവരും എന്നെ ബഹുമാനിക്കണമല്ലോ, എല്ലാവരും എന്നെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണമല്ലോ, എല്ലാവരും എൻ്റെ മുന്നിൽ വന്ന് ഓച്ചാനിച്ച് നിൽക്കണമല്ലോ, ഞാനാണ് വലിയവനെന്ന് പറഞ്ഞ് മനസ്സിൽ അഹങ്കാരവുമായി നടക്കുന്ന മുസ്ലിമേ, എല്ലാം തികഞ്ഞവനെ പോലെ നടക്കുന്ന ചെറുപ്പക്കാരാ, നീ അള്ളാന്റെ കോടതിയിൽ വരുന്നത് നിന്നിനായിട്ടാടാ, നിസാരനായിട്ടാടാ. എല്ലാവരും അറിയണമെന്ന് കരുതിയിട്ടല്ലേ പലരും പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. എല്ലാവരും എന്നെ ബഹുമാനിക്കണമെന്ന് കരുതിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ അഹങ്കാരമുള്ളവനുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് അഹങ്കാരി കടന്നു വരുന്നത്? എങ്ങനെയെന്നറിയുമോ? നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അഹങ്കാരി കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ. യുഹ്സറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ,
അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അഹങ്കാരി നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ കടന്നു വരുന്നത് അവനെ കാണുമ്പോ തന്നെ എല്ലാവർക്കും അറിയാ അവൻ അല്ലാഹു ഒരു അടയാളം കൊടുക്കുകയാ. അല്ലാഹു അവനെ തിരിച്ചറിയാൻ കൊടുക്കുന്ന അടയാളം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന സ്വഹാബാ, ചെറിയ ഉറുമ്പുണ്ടല്ലോ, ചെറിയ ഉറുമ്പുണ്ടല്ലോ, ആ ഉറുമ്പിന്റെ കോലത്തിലാണ് നാളെ അല്ലാഹു ഇവനെ പരലോകത്ത് കൊണ്ടുവരുന്നത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ ദുനിയാവിൽ അഹങ്കരിച്ചത് ഞാൻ വലിയവനാണെന്ന് ജനങ്ങൾ പറയാനല്ലേ, നീ മഹാനാണെന്ന് നാട്ടുകാര് പറയാനല്ലേ, എങ്കിൽ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വരുമ്പോൾ ചെറിയ ഉറുമ്പിന്റെ കോലത്തിലാണ് ഖബറിന്റെ അകത്ത് നിന്ന് നീ എഴുന്നേറ്റ് വരുന്നത്. ചെറിയ ഉറുമ്പിന്റെ കോലത്തിൽ പുഴുത്ത് നാറിയ പന പോലെ ദുർഗന്ധമടിക്കുന്ന രീതിയിൽ നീ ഖബറിന്റെ അകത്ത് നിന്ന് ഇങ്ങനെ എഴഞ്ഞെടഞ്ഞ് വരികയാ. അല്ലാഹുവേ, പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ജനങ്ങൾ മുഴുവനും മൂക്കുപൊത്തി പിടിച്ച് അറപ്പോടെ വെറുപ്പോടെ നിന്നെ ഇങ്ങനെ നോക്കുകയാണ്. അവനാരാ? ഈ ഉറുമ്പിന്റെ കോലത്തിൽ വരുന്നവനാരാ? ആ സമയത്താണ് മലക്കുകൾ വിളിച്ചു പറയുകയാ, ഇവൻ ദുനിയാവിൽ അഹങ്കരിച്ചവനാ, ഞാനാണ് വലിയവനെന്ന് പറഞ്ഞ് നടന്നവനാ. എന്റെ പ്രിയമുള്ളവരെ, എന്തിനാ കൂടുതൽ തെളിവുകൾ? എന്തിനാണ്? ഞാനാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചവൻ, അഹങ്കാരത്തിന്റെ തുടക്കം എവിടെ നിന്നാണ് അഹങ്കാരം തുടങ്ങിയത്? ആദ്യമായിട്ട് ലോകത്ത് അഹങ്കാരം കാണിച്ചതാരാ? ലഅനത്താക്കപ്പെട്ട ഇബ്ലീസാ. അല്ലാഹുവേ, ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി പടച്ച റബ്ബ് അതാ ഇബ്ലീസിനോട് പറഞ്ഞപ്പോ അവനല്ലേ ആദ്യമായിട്ട് പറഞ്ഞത്, അവനല്ലേ ആദ്യമായിട്ട് അഹങ്കാരം കാണിച്ചത്. നമ്മളിൽ പലരും പറയാറുണ്ടല്ലോ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഞാനെന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, നിങ്ങൾ 4 വാചകങ്ങൾ പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, 4 വാചകങ്ങൾ പറയാൻ പാടില്ല. ആ 4 വാചകങ്ങളിൽ ഒന്നാമത്തെ വാചകമാരാ? എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാനോ. എന്റെ പ്രിയമുള്ളവരെ, ആ വാക്ക് ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞത് ഇബ്ലീസാ. ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അവൻ അല്ലാഹുവോട് പറയുന്നു, റബ്ബേ, ആദമിനെ സൃഷ്ടിച്ചത് നീ മണ്ണിൽ നിന്നാണ്, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. അതുകൊണ്ട് പടച്ചവനെ, ആദമിനെക്കാളും വലിയവൻ ഞാനാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് അഹങ്കാരം കാണിച്ച ആ ഇബ്ലീസ് ഇന്നും നിന്നെ പോലെ, നിസാരനെ പോലെ, ശപിക്കപ്പെട്ടവനെ പോലെ ഇന്നും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിനക്ക് അഹങ്കാരമുണ്ടോ? ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിനക്ക് അഹങ്കാരമുണ്ടെങ്കിൽ നാളെ നീ പരലോകത്ത് നിന്നനാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വരുമ്പോ ഉറുമ്പിന്റെ കോലത്തിൽ ഇങ്ങനെ വരും. എന്തിനാ സഹോദര അഹങ്കരിച്ചത്? ഈ കാണുന്ന ഈ തൊളിക്കോട് നിന്റെ ഫോട്ടോ വെച്ചിട്ട് എന്തിനാ? നാട്ടുകാർ മുഴുവന് നീ വലിയവനാണെന്ന് പറയാനല്ലേ? നീ ഫ്ലെക്സ് അടിച്ചു വെച്ചതും നോട്ടീസ് അടിച്ച് ഇങ്ങനെ കൊടുത്തതും പരസ്യമായി പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്തതും ഇതൊക്കെ ചെയ്തപ്പോ നീ എന്തേ ആഗ്രഹിച്ചത്? നീ വലിയവനാണെന്ന് നാട്ടുകാർ പറയണം. എങ്കിൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ല പറയും, നീ അല്ല വലിയവൻ, ഞാനാ. നിന്നെ തിരിച്ചറിയാനുള്ള അളയാടം ഉറുമ്പിനെ പോലെ ഇങ്ങനെ വരും. ഉറുമ്പിനെ പോലെ നീ ഇങ്ങനെ വരും. നിന്നെ കാണുമ്പോ ജനങ്ങൾ മുഴുവനും മൂക്കുപൊത്തും. ആരാ പടച്ചവൻ ഈ വൃത്തികെട്ടവൻ? ഇവൻ എന്ത് തെറ്റാ ചെയ്തത്? ആ സമയത്ത് അവിടെ നിന്ന് മലക്കുകൾ വിളിച്ചു പറയും, അഹങ്കരിച്ച് നടന്നവനാ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബി അബൂ സലമ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു രണ്ട് സഹാബികൾ പർവ്വതത്തിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാ. രണ്ടുപേരും ഇരുന്നിട്ട് കരയാ. എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ അവന്റെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കില്ല. അവൻ എത്ര സദഖ കൊടുത്താലും, അവൻ എത്ര നിസ്കരിച്ചാലും, അവൻ എത്ര ഹജ്ജ് ചെയ്താലും, അവൻ എന്തൊക്കെ പുണ്യം ചെയ്താലും അവന്റെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കൂല. അവന്റെ ദുആ അള്ളാഹു സ്വീകരിക്കൂല. അവനെ നരകത്തിലിട്ട് അള്ളാഹു കരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലിട്ട് പടച്ചവൻ കരിക്കും. ആരെ? ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ അഹങ്കാരമുള്ളവൻ അവനെ അല്ലാഹു നാളെ നശിപ്പിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറയുന്നു, സ്വഹാബാ, അവൻ അല്ലാഹു നാളെ നരകത്തിലിട്ട് കരിക്കുകയാണ്. പടച്ചവനെ അവൻ അല്ലാഹു കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമേതെന്നറിയുമോ? അഹങ്കാരമുള്ള പെങ്ങള്, അത് പണത്തിന്റെ പേരിലാകട്ടെ, സൗന്ദര്യത്തിന്റെ പേരിലാകട്ടെ, അധികാരത്തിന്റെ പേരിലാകട്ടെ, കുടുംബ മഹിമയുടെ പേരിലാകട്ടെ, ആൾപവറിന്റെ പേരിലാകട്ടെ, എന്തിന്റെ പേരിലാണെങ്കിലും എടാ, അഹങ്കരിക്കാനുള്ള അവകാശം അല്ലാഹുവിനേ ഉള്ളൂ. ഈ ലോകത്ത് ഒരുത്തനും അതിനുള്ള അവകാശമില്ല. അഹങ്കരിക്കാനുള്ള അവകാശം അല്ലാഹുവിനുള്ളതാ. നീ ആരാടാ? അള്ളാന്റെ അടിമയാടാ. അള്ളാന്റെ അടിമയാണ്. ഈ ലോകത്ത് പലരും അഹങ്കരിച്ചല്ലോ. സർവ്വതും എന്റെ കൈപ്പിടിയിലാണെന്ന് അഹങ്കരിച്ചവന്മാരെ മുഴുവനും അള്ളാഹു ഒരു വർഷം കൊണ്ട് വെള്ളം കുടിപ്പിക്കുകയാ. കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് വന്നപ്പോ ലോകത്തിന്റെ രാജാക്കന്മാരൊക്കെ എവിടെ പോയി? ലോകത്തിന്റെ അധിപന്മാരൊക്കെ എവിടെ പോയി? ഒരു മരുന്ന് പോലും ഇല്ലല്ലോ. കാണാൻ കഴിയാത്ത ഒറ്റ വൈറസ് കൊണ്ട് അള്ളാഹു കാണിച്ചു തന്നില്ലേ, നീയൊക്കെ എന്റെ അടിമകളാടാ, ഞാനാണ് യജമാനെന്ന് പടച്ച റബ്ബ് കാണിച്ചു തന്നപ്പോ ഇതെല്ലാം കൊണ്ടിട്ടും പഠിക്കാത്തവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അഹങ്കരിച്ച് നടക്കുന്നവര് അള്ളാഹു നരകത്തിലിട്ട് കരിക്കുകയാ. അള്ളാഹു അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമേതെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങളെ പറയുന്നു, സ്വഹാബാ, ചീഞ്ചലമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യെങ്ങാണമൊന്ന് പൊള്ളിയാൽ, നമ്മുടെ കയ്യിലെങ്ങാണം ഒരു വ്രണം വന്നാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിനകത്ത് നിന്നൊരു വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുമല്ലോ. ഒരു ദുർഗന്ധമടിക്കുന്ന വെള്ളമുണ്ടല്ലോ. ആ വെള്ളമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തുരുകിയിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകി വരുന്ന ചീഞ്ചലമുണ്ടല്ലോ, അത് ഈ അഹങ്കരിച്ചവന്, അഹങ്കാരത്തോടുകൂടി നടന്നവന് അല്ലാഹു നാളെ നരകത്തിൽ വെച്ച് കുടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അവനെ കുടിപ്പിക്കുന്ന ചലമുണ്ടല്ലോ, ആ ചലത്തിലെ ഒരു തുള്ളിയെങ്ങാടും ഈ പ്രപഞ്ചത്തിൽ വീണാൽ ഖിയാമത്ത് നാൾ വരെ ഒരു പുല്ലുപോലും ഈ ഭൂമിയിൽ കിളിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അവൻ അല്ലാഹു നരകത്തിലിടുമെന്ന പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ വിഭാഗം അഹങ്കാരമുള്ളവരാ. ഇത് പറയുമ്പോ നമ്മളൊക്കെ പറയാറുണ്ട്, ഉസ്താദേ എനിക്ക് അഹങ്കാരമില്ല, ഒരൽപ്പം പോലും അഹങ്കാരം എനിക്കില്ല എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരേ ഒരടയാളം പറയാ. ഈ നിരന്നിരിക്കുന്നവരോട് അഹങ്കാരമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയുന്നത് തന്നെ ഒരഹങ്കാരമാ. എന്റെ പ്രിയമുള്ളവര്, നിങ്ങൾക്ക് അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒരടയാളം പറഞ്ഞു തരട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന അടയാളമാ. ഈ ഒരു അടയാളമുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, ഇത് അഹങ്കാരമുള്ളതിന്റെ അടയാളമാണ്. ആരാണ് പറഞ്ഞു തരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദുൻ നബവിയിൽ ആ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ മുത്തുനബി കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഇടതും വലതും രണ്ടുപേര് കിടക്കുന്നുണ്ട്. അതിലെ ഒരാളാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയമുള്ളവരെ, ആ സ്വഹാബിയുടെ ചരിത്രം അറിയുന്നവരാ. അഹങ്കാരത്തിന്റെ അടയാളം എന്തെന്നറിയുമോ? ആ ഉമർ തങ്ങൾ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സദാ നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാഹുവേ, സുബഹിക്ക് ബാങ്ക് വിളിച്ചു, പള്ളിയിലേക്ക് കടന്നുപോയി. സഹാബത്ത് മുഴുവനും പള്ളിക്കകത്ത് ഒരുമിച്ച് കൂടി. അതാ ഇഖാമത്ത് കൊടുത്തു കഴിയുമ്പോ ഉമർ തങ്ങൾ നമസ്കാര പായിലേക്ക് കയറി നിൽക്കുകയാ. സുബഹി നമസ്കരിക്കാൻ തുടങ്ങുകയാണ്. ഉമർ തങ്ങൾ ഓതുന്ന സൂറത്തേതാ? സൂറത്തു ത്വാഹയാണ് ഓതുന്നത്. സുബഹിക്ക് സൂറത്തു ത്വാഹയാണ് ഓതുന്നത്. അതാ ഉമർ തങ്ങൾ നമസ്കാരത്തിൽ സൂറത്ത് ഓതി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ ഒരു മനുഷ്യനുണ്ടല്ലോ, പള്ളിക്കകത്തേക്ക് കടന്നു വരികയാണ്. ഇമാമത്ത് നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടിവയറ്റിലേക്ക് അവിടുന്ന് കത്തിയങ്ങ് കുത്തിയിറക്കുകയാണ്. പടച്ചവരെ, ഉമർ തങ്ങൾ കുത്തുകൊണ്ടിട്ട് നിന്ന് പിടയുകയാ. ഉമർ ഇമാമത്ത് നിൽക്കുകയാണ്. ഒരുത്തം പുറകിലൂടെ കടന്നു വന്നോ ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടുന്ന് വിഷം കലർത്തിയ കടാര കുത്തിയിറക്കുകയാണ്. ഉമർ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തമങ്ങ് ഒലിക്കുകയാണ്. ഈ കുത്തിയവനുണ്ടല്ലോ, അവിടുന്ന് ഇറങ്ങി ഓടുമ്പോ ഒന്നാമത്തെ സഫില് നമസ്കരിച്ചു കൊണ്ടിരുന്ന 7 പേരെ അങ്ങ് കുത്തി മലർത്തുകയാ. ഒരുപാട് പേരെ കുത്തിയിട്ടാണ് ഇറങ്ങി പോകുന്നത്. പടച്ചവനെ, 7ഓളം വരുന്ന സ്വഹാബികൾ കുത്തുകൊണ്ട് പിടഞ്ഞ് താഴെ വീഴുകയാണ്. റബ്ബേ, അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ഇവിടെ മുസ്ലിമീങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. അല്ലാഹ് ആരാണെന്ന് പഠിക്കേണ്ടത് ഇവിടെയാണ്. പള്ളിക്കകത്ത് ഇമാം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയല്ലേ ഉമർ തങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോ ഒരുത്തം പുറകിലൂടെ കടന്നു വന്നിട്ട് കുത്തി മലർത്തുകയാണ്. അതാ 7ഓളം വരുന്ന സ്വഹാബികൾ കുത്തുകൊണ്ട് പിടഞ്ഞ് താഴെ വീഴുകയാണ്. പക്ഷേ കൈകെട്ടിയ ഒരു സ്വഹാബിയും കൈയഴിച്ചില്ല. ഒരാളും ഇറങ്ങി ഓടിയില്ല. കുത്തിയവനെ പിടിക്കാൻ പോയില്ല. എല്ലാവരും കൈകെട്ടി നിൽക്കുകയാണ്. പടച്ചവനെ, അതാ അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ നമസ്കരിക്കാൻ കഴിയാതെ വന്നപ്പോ, ഇമാമത്ത് നിൽക്കാൻ കഴിയാതെ വന്നപ്പോ പള്ളിയുടെ മിഹ്റാബിലേക്ക് പിടഞ്ഞു വീഴുമ്പോ അതാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിളിക്കുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 3 പ്രാവശ്യം അവിടുന്ന് വിളിക്കുമ്പോ തൊട്ടുപുറകിൽ 1ാമത്തെ സഫിൽ നിന്ന സ്വഹാബിയാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എനിക്ക് ഇമാമത്ത് നിൽക്കാൻ കഴിയില്ല എന്ന് സൂചന കൊടുക്കുമ്പോ തന്റെ പുറകിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്വഹാബി മുന്നിലേക്ക് കയറുകയാണ്. പടച്ചവനെ, നമസ്കാരം തുടരുകയാണ്. ആ സമയത്ത് തന്റെ കാലിന്റെ ചുവട്ടിൽ കിടന്നിട്ട് ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ ഉമർ തങ്ങൾ മരണത്തോട് മല്ലടിക്കുകയാ. തന്റെ കാൽ ചുവട്ടിൽ കിടന്ന് മരണത്തോട് മല്ലടിക്കുകയാണ്. പക്ഷേ കെട്ടിയ കൈ ഒരാളും അഴിച്ചില്ല, ഒരാളും ഇറങ്ങി ഓടിയില്ല.
കാരണമെന്തെന്നറിയോ? കൈകെട്ടിയിട്ട് പറഞ്ഞതെന്താ? ഞാനും നിങ്ങളും കൈകെട്ടിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയുമോ? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. അല്ലാഹുവിനോടൊരു കരാർ ചെയ്യുകയാണ്. എടാ വജ്ജകത്തുവിന്റെ അർത്ഥം എന്തെന്നറിയുമോ? കൈകെട്ടിയിട്ട് പടച്ചവനോടൊരു കരാർ ചെയ്യുകയാ. എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ചലനവും എല്ലാം നിനക്കുള്ളതാ പടച്ചവര് എന്ന് പറഞ്ഞ് പടച്ച റബ്ബിന്റെ മുന്നിൽ കരാർ ചെയ്തിട്ട് കൈകെട്ടി നിൽക്കുകയാ. അപ്പൊ ഒരാള് താഴെ കിടന്ന് പിടഞ്ഞ പടച്ചവനെ എങ്ങനെയാ കൈയടിക്കാൻ കഴിയുന്നത്? ആ സ്വഹാബികൾ മുഴുവനും നമസ്കരിക്കുമ്പോ തന്റെ കാലിന്റെ ചുവട്ടിൽ കിടന്ന് ഉമർ തങ്ങൾ പിടയുമ്പോ ആ സ്വഹാബി നമസ്കരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ആരുടെ മുന്നിലാ നിൽക്കുന്നതെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിലാ. ഒരാളും അവിടെ നിന്ന് ഓടിയില്ല. അവസാനം അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞു. എല്ലാവരും ഉമർ തങ്ങളുടെ ചാരത്തേക്ക് ഓടി വരികയാ. വായിലൂടെ ഒടിച്ചു കൊടുക്കുന്ന വെള്ളമുണ്ടല്ലോ, അടിവയറ്റിലൂടെ വെളിയിലേക്ക് ഒഴുകുകയാണ്. അങ്ങനെ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് സ്വഹാബികൾ കടന്നു വരികയാണ്. അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാണ്. ഉമർ തങ്ങൾ തന്റെ പൊന്നാര മകന്റെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഉമർ തങ്ങളുടെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ, എന്തിനാ ഉമർ തങ്ങളെ കരയുന്നത്? എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? അല്ലാഹു നിങ്ങൾക്ക് എത്ര വലിയ ഭാഗ്യമാണ് നൽകിയത്. നിങ്ങൾ ആരാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ പോയ മനുഷ്യനല്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ പോയ മനുഷ്യനല്ലേ? അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലേ? നിങ്ങൾ മുസ്ലിമായില്ലേ? മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തില്ലേ? മുത്തുനബിയുടെ കൂടെ നടക്കാൻ കഴിഞ്ഞില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാമിന്റെ ഭരണാധികാരിയാക്കിയില്ലേ? ഉമർ തങ്ങളോട് ഇങ്ങനെ പറയുകയാ, മനസ്സിന് കുളിർമയുണ്ടാകുന്ന വാക്കുകൾ. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ പോയവനാണ്. നാട്ടുകാര് പറഞ്ഞത്, എടാ വീടിന്റെ മുന്നിൽ വളർത്തിയിട്ടിരിക്കുന്ന, വീടിന്റെ മുന്നിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഉമർ മുസ്ലിമായെന്ന് വിശ്വസിക്കില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ അല്ലാഹു നിങ്ങളെ മുസ്ലിമാക്കി. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നു. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചു. മുത്തുനബിയുടെ കൂടെ നടക്കാൻ ഭാഗ്യം കിട്ടി. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയായി. അതുമാത്രമല്ല, മദീനത്ത് കിടന്ന് ഷഹീദാകാ ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യമല്ലേ? ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യമല്ലേ? ഈ പുണ്യമണ്ണിൽ കിടന്ന് ഷഹീദായി മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകിയല്ലോ. എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ കരയുന്നത്? ഉമർ തങ്ങളുടെ മനസ്സിലേക്ക് അതാ പടച്ചവനെ സന്തോഷത്തിന്റെ പേമാരി പെയ്യുകയാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരിച്ചു നടക്കുമ്പോ ആ ചെറുപ്പക്കാരൻ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു കാഴ്ച ഇങ്ങനെ കാണുകയാണ്. ഒരു കാഴ്ച ഇങ്ങനെ കാണുകയാണ്. ഉമർ തങ്ങൾ പതുക്കെ അങ്ങ് എഴുന്നേൽക്കുകയാ. തന്റെ പൊന്നാര മകനോട് പറഞ്ഞു വന്ന് എഴുന്നേൽപ്പിക്കാറ്. എന്നിട്ട് പടച്ചവനെ ഇടത് കൈ ഇങ്ങനെ അടിവയറ്റിൽ പിടിച്ചു. വലത് കൈ കൊണ്ട് വിളിക്കുന്നു, യാ ബുനയ്യ, ഏ പൊന്നുമോനെ. എന്നെ സന്തോഷ വാർത്ത പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പോകുന്ന ചെറുപ്പക്കാരാ, ഒന്ന് നിൽക്കടാ പൊന്നുമോനെ. യാ ബുനയ്യ, ആ പൊന്നുമോനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. നീ ഉറ്റിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, അത് ഞെരിയാണിക്ക് താഴെ കിടക്കുക.
കാണുകയാ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. നെരിയാണിക്ക് താഴെ വസ്ത്രം കിടക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അഹങ്കാരത്തിന്റെ അടയാളമാ. ഉമർ തങ്ങളെ പറഞ്ഞു കൊടുത്തു, മോനെ, നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ സദസ്സിൽ നിരന്നിരിക്കുന്ന മുസ്ലിമേ, എഴുന്നേറ്റൊന്ന് നിന്ന് നോക്ക്, എഴുന്നേറ്റൊന്ന് നിന്ന് നോക്ക്. നിന്റെ മുണ്ട് നെരിയാണിക്ക് താഴെ കിടപ്പുണ്ടോ? നിന്റെ പാന്റ് നെരിയാണിക്ക് താഴെ കിടക്കുന്നുണ്ടോ? അത് നിനക്ക് അഹങ്കാരമുള്ളതിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹങ്കാരമുണ്ടോ എന്നറിയാനുള്ള ഒന്നാമത്തെ അടയാളം മുണ്ടുടുക്കുമ്പോ നോക്കിയാൽ മതി. ചിലരൊക്കെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോ റോഡ് തൂത്തോണ്ടാ പോണത്. അൽഹംദുലില്ലാഹ്. ചില ചെറുപ്പക്കാരുടെ പാൻ്റൊക്കെ നോക്കിയാൽ ഒരു മനുഷ്യന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ കിടക്കുന്നുണ്ടെങ്കിൽ അത് അവൻ അഹങ്കാരമുള്ളതിന്റെ അടയാളമാണെന്ന് ഞാൻ പറഞ്ഞതല്ല, നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ് എല്ലാരും. പൈസ വയ്ക്കാനൊന്നും അല്ല, എഴുന്നേറ്റോ, എഴുന്നേറ്റോ. എന്നിട്ട് മുണ്ടിലേക്ക് നോക്ക്. ഒന്നേന്ന് തുടങ്ങണം. വയത് കേട്ട് ഒരു ചെവിയിലൂടെ കൂട്ട് കളഞ്ഞാൽ പോരല്ലോ. ഉടുത്തിരിക്കണം മുണ്ട് നെരിയാണിക്ക് താഴെയാണോ മുകളിലാണോ? മക്കളെ, പാൻ്റൊക്കെ പൊക്കിക്കോ, ഇല്ലെങ്കിൽ പോയി. കാരണം അഹങ്കാരികളുടെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി മുണ്ടൊക്കെ ഒന്ന് പൊക്കി ഉടുത്തിക്കേ, മുണ്ടൊക്കെ ഒന്ന് പൊക്കി ഉടുത്തിട്ട് അങ്ങിട്ടിരിക്കുക. അൽഹംദുലില്ലാഹ്. ഒന്നേന്ന് തുടങ്ങാം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സലാത്ത് പറ. ചിലതിന്റെ തലയിൽ ഇറങ്ങി പോകില്ല. ശൈത്താന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ പടച്ചവനെ ഒരു മഹാൻ ഇങ്ങനെ നടക്കുകയാണ്. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അതാ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, മുണ്ടുമടക്കി ഉടുത്തി നടക്കുന്ന ചെറുപ്പക്കാരാ, എടാ പടച്ചവനെ, രാത്രികാലം എത്തിക്കഴിഞ്ഞാൽ പടച്ചവനെ വീടിന്റെ വെളിയിൽ ഒരു ശബ്ദമുണ്ടായാൽ പിന്നെ പടച്ചവനെ നാട്ടുകാർ മുഴുവനും റോഡിലിറങ്ങും. ഒരു കള്ളനെങ്ങാണം വന്നെന്ന് പറഞ്ഞ നാട്ടുകാർ മുഴുവനും പുറത്തിറങ്ങുമ്പോ അണ്ടർവെയറിട്ടുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരെ കാണാ. പാതിരാത്രിയായി കഴിഞ്ഞാ പടച്ചവര് മുണ്ടിന്റെ അടിയിലിട്ടിരിക്കുന്നത് മാത്രം ഇട്ടുകൊണ്ട് റോഡിലിറങ്ങുന്നത് അതൊരു ഫാഷനായി കാണുന്ന കാലമല്ലേ. എങ്കിൽ അന്യവന്റെ ഔറത്ത് കാണുന്നവര് കണ്ടോ? അല്ലാഹുവേ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ ഒരു മഹാ നടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുകയാണ്, ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, എന്റെ ജ്യേഷ്ഠന്മാരുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ തമ്പുരാരെ. അല്ലാഹുവേ, ഈമാനുള്ള മരണം തരണേ അല്ലാ. ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. സ്വർഗ്ഗം ചോദിക്കുന്നില്ല, നരകമോചനം ചോദിക്കുന്നില്ല. ഒന്നേ പറയുന്നുള്ളൂ, അല്ലാ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ. തവാഫ് കഴിഞ്ഞപ്പോ ഈ മഹാനാ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചു. എന്തേ മോനെ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എന്തേ ഇങ്ങനെയേ നീ ചോദിക്കുന്നുള്ളല്ലോ? നിന്റെ ജ്യേഷ്ഠന്മാർക്ക് എന്താണ് സംഭവിച്ചത്? ചെറുപ്പക്കാരൻ കരയുകയാണ്, ചെറുപ്പക്കാരൻ കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ, എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ട്, 2 ഇക്കമാരെനിക്കുണ്ടായിരുന്നു. ഒന്നാമത്തെ ജ്യേഷ്ഠന്റെ ജോലി എന്തെന്നറിയുവോ? അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. അല്ലാഹുവിന്റെ പള്ളിയില് 5 നേരം ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ.
അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ജോലിയാ. പടച്ചവനെ, എത്ര കൊല്ലമാ ബാങ്ക് വിളിച്ചത്? 10, 20, 30 കൊല്ലമല്ല വാപ്പാ, 40 കൊല്ലം. അള്ളാഹുവാണ് വലിയവന്, അള്ളാഹുവാണ് വലിയവന് എന്ന് പടച്ചറപ്പിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാ. പ്രതിഫലമറിയുവോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുണ്ടോ? ഈ തൊളിക്കോട് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്നത് ആർക്കെന്നറിയുമോ? സജ്ജാദ് മൗലവിക്കല്ല, ഈ നാട്ടിലെ ഉസ്താദന്മാർക്കല്ല, പാവങ്ങൾക്ക് സദഖ കൊടുക്കുന്നവർക്കല്ല. ഈ തൊളിക്കോടിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്നറിയുമോ? തൊളിക്കോട് പള്ളിയുണ്ടല്ലോ, ഈ കാണുന്ന ഇവിടത്തെ പള്ളിയുണ്ടല്ലോ, ഇവിടത്തെ തക്കാവുകളുണ്ടല്ലോ, ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്നത്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ 40 കൊല്ലം ബാങ്ക് വിളിച്ചിരുന്ന മനുഷ്യനാ. മരണത്തിന്റെ സമയമെത്തിയപ്പോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്നപ്പോ എന്നോട് പറഞ്ഞു ഖുർആൻ എടുത്തുകൊണ്ടുവരാ. ഞാൻ വിചാരിച്ചു, പടച്ചവരെ, ഖുർആനോദി മരിക്കാനായിരിക്കും. ഒരുപാട് ബാങ്ക് വിളിച്ച മനുഷ്യനല്ലേ. അങ്ങനെ ഖുർആൻ എടുത്ത് കയ്യിൽ കൊണ്ട് കൊടുത്തപ്പോ വലിച്ചു കീറുകയാണ്, ഖുർആൻ വലിച്ചെറിയുകയാണ്. എനിക്കിതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് ഈമാനില്ലാതെ മരിച്ചുപോയി, ഈമാനില്ലാതെ മരണപ്പെട്ടു പോയി. ഖുർആനിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പടച്ചവനെ മോശമായ മരണമാണ് കിട്ടിയത്. ചെറുപ്പക്കാരൻ കരയുകയാണ്, തങ്ങളെ, രണ്ടാമത്തെ ജ്യേഷ്ഠനും അതുപോലെ പള്ളിയിൽ ബാങ്ക് വിളിച്ചു. മൂത്ത ജ്യേഷ്ഠന്റെ കാലം കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ജ്യേഷ്ഠനാണ് അവിടെ ബാങ്ക് വിളിച്ചത്. 10 കൊല്ലമാണ് ബാങ്ക് വിളിച്ചത്, 10 വർഷമാണ് ബാങ്ക് വിളിച്ചത്. അല്ലാ, രണ്ടാമത്തെ ജ്യേഷ്ഠന്റെയും അവസാനം മോശമാ, ഈമാനില്ലാത്ത മരണമാ, ഈമാനില്ലാത്ത മരണമാ. എന്റെ 2 ഇക്കമാരും ഈമാനില്ലാതെയാണ് മരിച്ചുപോയത്. ഇപ്പ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനാ. അല്ലാ, ഇപ്പോഴാ പള്ളിയിലെ മുഅദ്ദിൻ ഞാനാ. അല്ലാഹുവേ, എന്റെ ജ്യേഷ്ഠന്മാരുടെ അവസ്ഥ എനിക്ക് വരുത്തല്ലേ അല്ലാ. ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് അതിനു വേണ്ടിയാ. ഈ മഹാൻ ചോദിക്കുകയാ, നിന്റെ ജ്യേഷ്ഠന്മാരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവര് കള്ളു കുടിക്കുന്നവരായിരുന്നില്ല, അവര് വ്യഭിചരിക്കുന്നവരായിരുന്നില്ല, അവര് പലിശ തിന്നവരായിരുന്നില്ല, അവര് പാപങ്ങളെ തിരിഞ്ഞു നോക്കാത്തവരായിരുന്നില്ല, അവര് ഖുർആൻ ഓതാത്തവരായിരുന്നില്ല, അവര് സദഖ കൊടുക്കാത്തവരായിരുന്നില്ല. അവരെല്ലാ നന്മകളും ചെയ്തവരാ, എല്ലാ നന്മകളും ചെയ്തവരാ. പക്ഷേ ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു, ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. അല്ലാ, ഈ പറയുന്ന ദുശീലം നിനക്കുണ്ടോ? ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ 2 ഇക്കമാർക്കും ഒരേ ഒരു ദുശീലമേ ഉണ്ടായിരുന്നുള്ളൂ. വഹുമാ യൽറാനി ഔറാദുൻ നിസാ. പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുമായിരുന്നു, പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുമായിരുന്നു. അല്ലാഹുവേ, അതുകൊണ്ടായിരിക്കാം